ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അനദർ ലോങ് വീഡിയോ ഫ്രം ദ നെറ്റ്വേഴ്സ്. നമ്മുടെ ഈ ട്രിപ്പൊക്കെ കഴിഞ്ഞ് എത്തിയിട്ട് അതിൻ്റെ ക്ഷീണം, അതായത് ഞങ്ങളാരും ഉറങ്ങി തന്നെ തീർന്നിട്ടില്ല. അതാണ് ലോങ് വീഡിയോ വരാനായിട്ട് ഇത്ര ലേറ്റ് ആയത്. ഇതിപ്പോൾ ഒരു ഈവനിങ് വ്ലോഗെന്നും പറയാം, അല്ലെങ്കിൽ ഒരു ഈവനിങ് ടു മോർണിംഗ് വ്ലോഗെന്നും പറയാം. നമ്മുടെ ട്രിപ്പിൻ്റെ ഏറ്റവും ലാസ്റ്റത്തെ പാർട്ടാണ് ഇത്. വിവേകാനന്ദ റോക്കിലേക്ക് പോകാനായിട്ട് വൈകുന്നേരം 3:30 ആ ഒരു സ്ലോട്ടാണ് നമ്മൾ ബുക്ക് ചെയ്തിരുന്നത്. ഇത് ലാസ്റ്റ് ട്രിപ്പാണ്. ഇത് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടേക്ക് വിസിറ്റേഴ്സിനെ കൊണ്ടുപോകത്തില്ല. അപ്പോൾ അതിന് ഓൺലൈൻ വഴി ഞാൻ ഷോർട്സ് വീഡിയോയിൽ പറഞ്ഞ പോലെ 100 rupees നിരക്കിൽ നമുക്ക് ടിക്കറ്റ്സ് ബുക്ക് ചെയ്യാം. അവിടെ പോയി അത്രയും വലിയ ക്യൂ നിൽക്കേണ്ട ഒരാവശ്യവും ഇല്ല. അതാണ് കുറച്ചുകൂടെ നല്ലത്. ഇത് ആദ്യമായിട്ടാണ് ഞങ്ങൾ കന്യാകുമാരിയിൽ വന്നിട്ട് ഇത്ര പെട്ടെന്ന് ഫെറിയിൽ കയറി റോക്കിലേക്ക് പോകുന്നത്. നമ്മൾ ഈ എടുത്തേക്കുന്നത് ഹോട്ടൽ ത്രിവേണിയിലെ ഒരു റൂമാണ്. ഇവിടെ 6 ബെഡാണ് ഉള്ളത്. ഒരു ബെഡിൽ 2 പേർക്കല്ല, ഒരു 3 പേർക്ക് ലാവിഷായിട്ട് കിടക്കാം. ഞാനും അലനും കുട്ടികളും കൂടെ ഒരു ബെഡിൽ കിടക്കും. നമ്മുടെ വീട്ടിലെ മേലെ കിടക്കുന്ന വലിയ ബെഡിൻ്റെ അതേ സൈസ് ഉണ്ട്. പക്ഷേ ഇത് കിങ് സൈസ് ബെഡാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും അഫോർഡബിൾ ആയിരുന്നു. 5500 വെച്ച് 2 ദിവസത്തേക്ക് നമുക്കൊരു 11,000 rupees ആണ് റൂമിൻ്റെ റെൻറ്റിനായിട്ട് ചിലവായത്. ആദ്യം തന്നെ ഞാൻ ഒരുങ്ങി അങ്ങ് മാറിയതേ, പിന്നെ നടി കണ്ണാടി കയ്യേറി കഴിഞ്ഞാൽ പിന്നെ എനിക്കത് കിട്ടത്തില്ല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ട്രിപ്പ് തുടങ്ങിയപ്പോൾ തൊട്ട് നിലു ഭയങ്കര അടവാണ് കേട്ടോ. ആകെ അവൻ കാല് താഴത്ത് കുത്തുന്നത് ഈ ബെഡിലാണ്, അല്ലെങ്കിൽ ഇങ്ങനെ ആൾക്കാരുടെ നെഞ്ചത്തും മുതുകത്തും ഒക്കെ. അല്ലാണ്ട് ഒരിടത്ത് നടക്കത്തില്ല. ആരെങ്കിലും ഒക്കത്തോ തോളിലോ ഒക്കെ എടുത്തുകൊണ്ട് നടക്കണം. ഞാൻ കണ്ണാടി വെച്ച് കഴിഞ്ഞപ്പോൾ ഇവരെല്ലാവരും കൂടെ എന്നെ മറ്റേ ഒരു തുമ്പി ഉണ്ടല്ലോ, കണ്ണിന് ഈ കളറുള്ള ഓണത്തുമ്പി പോലെ ഇരിക്കുന്നൊരു സാധനം ഉണ്ടല്ലോ, ആ തുമ്പിയുടെയൊക്കെ പേരൊക്കെ പറഞ്ഞിട്ട് എന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ. ഇത് ആക്ച്വലി ഒരു 1499 മറ്റോ റേറ്റ് വരുന്നൊരു സ്പെക്സ് ആണ്. എനിക്കത് ഓഫറിൽ 999 rupees കിട്ടിയതാണ്. ഈ ട്രിപ്പിന് വേണ്ടിയിട്ട് ഞാൻ മേടിച്ചുകൊണ്ട് വന്നതാണ്. ഈ കണ്ണാടിക്ക് പിന്നിൽ വേറൊരു കഥയും കൂടിയുണ്ട്. കഴിഞ്ഞ തവണ ഞങ്ങൾ കപ്പിൾ ട്രിപ്പ് വന്നപ്പോൾ, ഞാനും അലനും മാത്രം വന്നപ്പോൾ, ഇതേ സ്പെക്സ് ആയിരുന്നു ഞാൻ യൂസ് ചെയ്തിരുന്നത്. ഇതേ സ്പെക്സ് അല്ല, ഇതേ സെയിം സാധനം, സെയിം മോഡൽ. അത് ഞങ്ങൾ തിരിച്ച് ബുള്ളറ്റിൽ പോകുന്ന വഴിക്ക് സൈലൻസറിൽ തട്ടി ഉരുകിപ്പോയി. അപ്പോൾ എനിക്ക് അതേ കണ്ണാടി വേണമെന്ന് ആഗ്രഹിച്ചിട്ട് ഞാൻ 1 വർഷം കഴിഞ്ഞിട്ട് പർച്ചേസ് ചെയ്തതാണ്. അതിന് എന്ത് സംഭവിച്ചു എന്നുള്ളത് ഞാൻ വഴിയേ പറഞ്ഞു തരാം. രാവിലെ കുറച്ച് ലേറ്റായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട്, നമ്മൾ അമ്പലത്തിൽ അങ്ങനെ അത്ര ഏർലി മോർണിംഗ് ഒന്നും അല്ല പോയത്, നല്ലപോലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിരുന്നു. പിന്നെ കുറേ സ്നാക്സ് റൂമിലൊക്കെ ഇരുന്ന് കഴിച്ചിട്ട് ഞങ്ങൾ ഇങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, നമുക്കൊരു 2 മണിയൊക്കെ കഴിഞ്ഞിട്ട് ലഞ്ചിന് ഇറങ്ങിയാൽ മതി. ലഞ്ച് കഴിഞ്ഞിട്ട് നേരെ പോയി ഫെറിയിൽ പോയിട്ട് അങ്ങനെ അങ്ങ് വരാമെന്ന്. അപ്പോൾ ഇടയ്ക്ക് പിന്നെ ഇറങ്ങി കയറണ്ടെന്ന് ഓർത്തിട്ട് ലഞ്ച് ഇന്ന് ഇത്തിരി ലേറ്റ് ആക്കി. ഒരു 2:30 ആയി കാണും ഞങ്ങൾ ലഞ്ചൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴേക്ക്. ഞങ്ങൾ ഇറങ്ങിയപ്പോഴേക്ക് ഇതേ ഇവിടെ ബാക്കിയുള്ള ആൾക്കാർ കണ്ണാടി മേടിച്ചുകൊണ്ടിരിക്കുന്നു. ഈ കണ്ണാടിക്കൊക്കെ 50, 100, 150 റേഞ്ചിലുള്ള സ്പെക്സ് ഒക്കെയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ പിന്നീട് വിചാരിച്ചു ഇങ്ങനെ വന്ന് ഇവിടെ നിന്ന് ഒരു സ്പെക്സ് മേടിച്ചാൽ മതിയായിരുന്നു എന്ന്. ഈ സൽസ ശാപം എന്നൊക്കെ പറയുന്ന പോലെ ഇവിടെ വേഫെയർ ശാപം ഉണ്ടാവുമെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ലല്ലോ. പർച്ചേസ് കുറച്ചധികം അങ്ങോട്ട് നീണ്ടു പോകുന്നത് കണ്ടിട്ട് ഞങ്ങൾ ഈ സൈഡിലായിട്ട് കണ്ട റെയിലിങ്സിൽ കയറി കുറച്ച് റെസ്റ്റ് എടുത്തു. എല്ലാവരും മേടിച്ചിട്ടൊക്കെ വരട്ടെ എന്ന് കരുതി. നടി എൻ്റെ അടുത്ത് മാത്രമേ അഭിപ്രായം ചോദിക്കാറുള്ളൂ. എടി കുഞ്ഞാ, ഇതിൽ ഏതാണ് നല്ലതെന്നും ചോദിച്ചിട്ട് അങ്ങനെ ഞാൻ സെലക്ട് ചെയ്ത് തന്നെയാണ് അവൾ പർച്ചേസ് ചെയ്തത്. ഞാൻ കൊച്ചുവപ്പ് വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ, നീ എന്തിനാണ് ഈ മഞ്ഞക്കണ്ണാടി ഇത്രയും കാശൊക്കെ കൊടുത്ത് മേടിച്ചത്, നിനക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ കാണാൻ വാങ്ങിച്ചാൽ പോരായിരുന്നു എന്നൊക്കെ. ആലനും പറയുന്നുണ്ടായിരുന്നു, സണ്ണൊന്നും ഇല്ലല്ലോ, പിന്നെ നീ എന്തിനാ ഈ സൺഗ്ലാസസ് ഒക്കെ ഇട്ടേക്കുന്നത്, ഒരു ലുക്കിനാണെങ്കിൽ കൂൾ ഷെയ്ഡ്സ് എന്തെങ്കിലും വെച്ചാൽ പോരായിരുന്നു എന്ന്. സത്യമാണ്, അങ്ങനെ വെയിലില്ലായിരുന്നു അന്ന്, തീരെ വെയിലില്ലായിരുന്നു. ഞാൻ ഈ സ്പെക്സിനെ കുറിച്ച് ഇങ്ങനെ ഘോരം പറഞ്ഞുകൊണ്ടിരുന്നത് കൊണ്ട് അനീച്ചേച്ചൻ വന്ന് അതങ്ങ് എടുത്തിട്ട് തൽക്കാലം നീ 50 രൂപയുടെ വെച്ചാൽ മതി എന്ന് പറഞ്ഞ് അതെടുത്ത് എനിക്ക് വെച്ച് തന്നു. അതിലും രസമാണ് ഇവിടെ ഇപ്പോൾ നടന്ന കാര്യങ്ങൾ കേൾക്കാൻ. അപ്പുറത്തെ ആളുടെ കയ്യിൽ നിന്ന് സ്പെക്സ് മേടിച്ചില്ലേ, ഇവിടെ വന്നിട്ട് ഈ പുള്ളിക്കാരൻ്റെ അടുത്ത് പറഞ്ഞു, ഇല്ല ഞങ്ങൾ ഇതിപ്പോൾ അവിടുന്ന് 150 രൂപയ്ക്കും 100 രൂപയ്ക്കൊക്കെ ഗ്ലാസ്സസ് മേടിച്ചു എന്ന് പറഞ്ഞപ്പോൾ പുള്ളി പറയുമോ, പുള്ളിയുടെ കയ്യിലിരിക്കുന്ന എല്ലാത്തിനും 50 രൂപയുള്ളൂ എന്ന്. എന്തായാലും മേടിച്ച ഗ്ലാസ്സസ് ഒക്കെ വെച്ചിട്ട് ഞങ്ങൾ ഇതേ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് കരുതി. അതിനിടയിൽ 2 എണ്ണത്തിന് ഒരു ഐഡിയ തോന്നിയിട്ട് 2 പേരും കൂടെ മേക്കപ്പ് സീനിനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അഭിനയിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ജീവിക്കുന്ന ആൾക്കാരാണ് എൻ്റെ കൂടെ ഉള്ളത്. അത് നിങ്ങൾക്ക് ഈ ഒരു വ്ലോഗിൽ തന്നെ പല ഭാഗത്തായിട്ട് മനസ്സിലാവും. എൻ്റെ അപ്പനെ ഇവിടെ എല്ലാവരും പുട്ടെന്നാണ് വിളിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അത് കണക്ക് എൻ്റെ കൊച്ചുപ്പനെ അന്തനാണ് വിളിക്കുന്നത്. അതുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല. ലൂയിസ് ആ റോള് വളരെ ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ആ പുറകിൽ നിന്ന് ചേട്ടൻ പെട്ടെന്ന് ഇങ്ങനെ കൈയെടുത്തത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് അയ്യോ വേണ്ടിയിരുന്നില്ല, വെറുതെ പുള്ളീനെ നമ്മൾ ടെൻഷനാക്കിയല്ലോ ഒരു ചിന്തയായിരുന്നു കേട്ടോ. നടിയുടെ അഭിനയത്തെക്കുറിച്ച് ഞാൻ പിന്നെ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞ അതേ കാര്യമാണ് അനീച്ചാസിന് ഇപ്പോൾ പറഞ്ഞത്. പുള്ളീൻ്റെ ആ ഒരു ടെൻഷൻ കണ്ടിട്ട് ഞങ്ങൾക്ക് പിന്നെ ഒന്നും പറയാണ്ട് പോകാൻ തോന്നിയില്ല. അങ്ങനെ ചെന്ന് ഞങ്ങളിങ്ങനെ കാര്യം പറഞ്ഞു കേട്ടോ. ഞങ്ങൾ ചുമ്മാ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയത്, അപ്പോൾ വേറെ ആരും അനങ്ങിയില്ല, ചേട്ടൻ മാത്രമേ അനങ്ങിയിട്ടുള്ളൂ എന്നൊക്കെ. അങ്ങനെ എല്ലാം പറഞ്ഞ് സെറ്റ് ചെയ്തിട്ട് ഞങ്ങൾ ഇതേ വന്ന് ഫെറിയിലേക്ക് കയറാനുള്ള ലൈൻ നിൽക്കുവാണ്. ഓൺലൈൻ ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ടൊരു ക്യൂ ആണ്, പെട്ടെന്ന് പോകാൻ ഞാൻ പറഞ്ഞില്ലേ. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ മഴയും കൊണ്ടാണ് നമ്മൾ വന്നതെന്ന് പറഞ്ഞ പോലെ വിവേകാനന്ദ റോക്കിൽ മഴ പെയ്യിപ്പിക്കാനുള്ള പുറപ്പാടിലാണ് ഞങ്ങളിപ്പോൾ. ഞങ്ങളുടെ പുറകെ തന്നെ മഴയുണ്ട്.
ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് വരുമ്പോഴാണ് കൊച്ചുപ്പയുടെ കണ്ണാടി എൻ്റെ ശ്രദ്ധയിൽ പെട്ടത്. ഒരു സൈഡ് ഒടിഞ്ഞു പോയേക്കുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാനത് നോക്കുന്നത്, പകുതി അലൻ്റെ കണ്ണിൽ വെച്ചേക്കും. അതിൻ്റെ ഫോട്ടോസ് ഫാമിലി ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ അതിൻ്റെ വീഡിയോ ഇല്ല കേട്ടോ. ഉണ്ടായിരുന്നെങ്കിൽ ഞാനിതിൽ ഉൾപ്പെടുത്തിയേനെ. എനിക്ക് ആകെ ഇതിലൊരു വിഷമം പോലെ തോന്നിയെന്ന് വെച്ചാൽ, ഞങ്ങൾ മുൻപ് വരുമ്പോഴൊക്കെ ലൈഫ് ജാക്കറ്റ്സ് ഇടിയിച്ചിട്ടായിരുന്നു നമ്മളെ ഇതിൻ്റെ അകത്ത് ഇരുത്തുന്നത്. ഇത്തവണ അവർ ലൈഫ് ജാക്കറ്റ്സ് എടുത്ത് തന്നില്ല. പ്ലസ് കുറേ പേരെ നിന്നും യാത്ര ചെയ്യാൻ ഇങ്ങനെ പെർമിറ്റ് ചെയ്തു. എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ട്രിപ്പ് ആയതുകൊണ്ടായിരിക്കണം. ബട്ട് നമുക്കൊരു ലൈഫ് ജാക്കറ്റ് ഇടണമെങ്കിൽ ഓൺ ആവറേജ് ഒരു 30 സെക്കൻഡ് വേണം. പക്ഷേ നമ്മൾ ഒരാൾ മുങ്ങിച്ചാവാനായിട്ട് 20 സെക്കൻഡ് മതി. പക്ഷേ ഇങ്ങനെ നമ്മൾ അവരുടെ അടുത്ത് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും പറ്റുന്നില്ല. പല ലാംഗ്വേജ് സംസാരിക്കുന്ന ഒത്തിരി പേരുടെ നടുക്കായിരുന്നു നമ്മൾ. ഈ യൂണിഫോം ഇട്ടിരിക്കുന്ന ചേട്ടന്മാരുടെ അടുത്ത് ലൈഫ് ജാക്കറ്റ് എന്താ തരാത്തല്ലേ, ലൈഫ് ജാക്കറ്റ് താന്നൊക്കെ പറയണമെങ്കിൽ നമ്മൾ ഇരിക്കുന്നിടത്ത് നിന്ന് എണീറ്റ് പോകണം. പക്ഷെ അങ്ങനെ പോകാൻ പറ്റാത്തത്രയും തിരക്ക് ബോട്ടിലുണ്ടായിരുന്നു. പിന്നെ ഞാൻ ആലോചിച്ചു, നമ്മൾ ഈ ഹൗസ് ബോട്ടിലൊക്കെ പോകുമ്പോഴും അങ്ങനെ ഇതിട്ടിട്ടല്ലല്ലോ പോകുന്നത്. പക്ഷെ ഉള്ള ഡിഫറൻസ് എന്ന് വെച്ചാൽ, ഈ ഹൗസ് ബോട്ടിലെന്ന് പറഞ്ഞാൽ 2-3 പേരുടെ ലൈഫ് ജാക്കറ്റ് പോയി എടുക്കുന്ന പോലെ അല്ലല്ലോ ഇത്രയും ആൾക്കാർ ലൈഫ് ജാക്കറ്റ്സ് എടുക്കുന്നതൊക്കെ. എന്തായാലും ഒരു ഇത്തിരി ടെൻഷനൊക്കെ അടിച്ചെങ്കിലും ഇവിടെ വന്നപ്പോഴത്തേക്ക് കാര്യങ്ങളൊക്കെ ഓക്കെ ആയി. ഇതിന് മീതേക്ക് നമുക്ക് ചെരുപ്പിടാനുള്ള പെർമിഷൻ ഇല്ല കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്കൊക്കെ വന്നു കഴിഞ്ഞാൽ കാല് നല്ല രീതിക്ക് പൊള്ളും. ഇന്നിപ്പോൾ ക്ലൈമറ്റ് ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് നല്ല കംഫർട്ടബിൾ ആയിരുന്നു. അല്ലെങ്കിൽ നിലുവൊന്നും താഴത്ത് കാല് കുത്താത്ത അത്ര ചൂടായിരിക്കും ഇവിടെ. ഇപ്പം ഞാൻ എൻ്റെ സ്പെക്സ് ഊരിയിട്ട് കണ്ണമ്മോൻ്റെ ഷർട്ടിൽ കുത്തുന്ന ക്ലിപ്പ് നിങ്ങൾ ശ്രദ്ധിച്ചോണം, അത് ഫ്യൂച്ചർ റെഫറൻസിന് ഉപകരിക്കും. അപ്പുറത്തുള്ള ആ വള്ളുവർ സ്റ്റാച്ചുവിലേക്കാണ് ഗ്ലാസ് ബ്രിഡ്ജ് ഉള്ളത്. അതിന് സെപ്പറേറ്റ് പാസ് ഒന്നുമില്ല. നമ്മൾ ഇവിടുന്ന് എടുക്കുന്ന ആ ഒരു എൻട്രി ടിക്കറ്റ് തന്നെയാണ് 30 റുപ്പീസിൻ്റെ. അങ്ങോട്ടേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പേ ദേ മഴ ഇങ്ങെത്തി. മഴയത്ത് അവിടെ പോയാലും നമ്മൾ പെട്ടുപോകും. അതിന് മേലെ കവറിങ് ഇല്ല. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ഈ ഒരു മണ്ഡപത്തിൻ്റെ സൈഡിലായിട്ട് അങ്ങിരിപ്പായി. ഇനി മഴ തീർന്നിട്ട് അങ്ങോട്ടേക്ക് പോകാമെന്ന് കരുതി. ഇരുന്നിരുന്ന് വേറെ ഉറച്ചു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. മഴയാണെങ്കിൽ തോരുന്നൊരു ലക്ഷണവും ഇല്ല. ഈ നടുക്കടലിൽ സോഡ പോലും കിട്ടാതെ പെട്ടുപോയി എന്നൊക്കെ പറയത്തില്ലേ, ഇവിടെ അങ്ങനെ ഈറ്റബിൾസിൻ്റെ സെയിലൊന്നും ഇല്ല കേട്ടോ. ചായയും കാപ്പിയും സോഡയും ഒന്നും കിട്ടത്തില്ല. അതിനിടയിൽ നോക്കിയപ്പോൾ ആലൻ്റെ കയ്യിലിരുന്ന പകുതി കണ്ണടതേ ഇവൻ്റെ കണ്ണിലിരിക്കും. മഴ നനയാണ്ടിരിക്കാനായിട്ട് ഞാൻ പറ്റുന്നത്ര ഒതുങ്ങിയിരുന്നതാണ്. അപ്പോൾ നോക്കിയപ്പോൾ ഒരാൾ പതുക്കെ നൈസിന് കാലൊക്കെ നീട്ടി വെച്ച് കാലിൽ മഴ നനഞ്ഞുകൊണ്ടിരിക്കുന്നു. കുറേ നിന്ന് ക്ഷമ കെട്ടിയിട്ട് ആലനും അനീച്ചാച്ചനും കുക്കും കൂടെ അങ്ങ് മഴയത്തങ്ങ് ഇറങ്ങി കേട്ടോ. മഴ നനഞ്ഞ് വേണമെങ്കിലും പോയി കാണാമായിരുന്നു. പക്ഷേ മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഗ്ലാസ് ബ്രിഡ്ജിലൂടെ കറക്റ്റായിട്ട് താഴത്ത് തിരയടിക്കുന്നത് കാണാൻ പറ്റത്തില്ല. ഇപ്പോൾ തന്നെ മഴ തീർന്നിട്ടാണ് ഞാൻ ഇറങ്ങിയതെങ്കിലും ഇതേ കണ്ടോ, ഇവിടുത്തെ വെള്ളമൊക്കെ അവരിനി ഒന്ന് വടിച്ച് കളഞ്ഞാലേ നമുക്ക് നല്ല രീതിയിൽ അതിൻ്റെ ഒരു എഫക്റ്റ് കിട്ടത്തുള്ളൂ ഗ്ലാസ് ബ്രിഡ്ജിൽ കൂടെ നടക്കുന്നതിൻ്റെ. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ താഴത്ത് തിരയടിക്കുന്നതായിട്ട് കാണാൻ പറ്റും കേട്ടോ. ഫസ്റ്റ് നമുക്കിങ്ങനെ തിരക്കിലൂടെ നടക്കുമ്പോഴത്തേക്ക് അങ്ങനെ അത്ര ഒന്നും തോന്നത്തില്ലെങ്കിലും കുറച്ച് കഴിഞ്ഞ് നമ്മുടെ മുന്നിലും പുറകിലും ഒക്കെ ആൾക്കാരില്ലാണ്ടാവുമ്പോൾ കറക്റ്റ് ഇതുപോലെ കടലിൻ്റെ മേളിൽ നിൽക്കുന്നതൊക്കെ ഒരു ചെറിയ പേടിയൊക്കെ തോന്നി തുടങ്ങും. സ്റ്റാച്യൂവിൻ്റെ മേലെ നമ്മൾ എത്തിയപ്പോഴേക്ക് അവരൊരു 5 മിനിറ്റ്സ് ഇടവിട്ട് ആൾക്കാരെ അങ്ങ് ഇറങ്ങാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. കാരണം അടുത്ത മഴയ്ക്ക് മുമ്പ് ഫെറി തിരിച്ച് അവിടെ എത്തണമല്ലോ. നൈറ്റ് നല്ല രീതിക്ക് മഴ പെയ്യുമെന്ന് ഫോർകാസ്റ്റും ഉണ്ടെന്ന് പറയുന്നു അവർ. അപ്പോൾ അവരുടെ എയിം എത്രയും പെട്ടെന്ന് ഈ ഉള്ള ആൾക്കാരെയൊക്കെ അങ്ങ് അപ്പുറത്ത് കരയിലേക്ക് എത്തുക, ഇവിടെ ക്ലോസ് ചെയ്യുക. അങ്ങനെ ഓരോന്നായിട്ട് ഓമന്തിരൊക്കെ ക്ലോസ് ചെയ്ത് പോയി. നമുക്ക് അതിൻ്റെ അകത്ത് കയറാൻ പറ്റിയില്ല, അതിന് മുമ്പേ ക്ലോസ് ചെയ്ത് പോയി. ഇതിന് മുന്നേ വരുമ്പോഴൊന്നും നമുക്ക് ഈ ഒരു സ്റ്റാച്യൂവിൻ്റെ ചുറ്റും ഇപ്പോൾ നമ്മൾ ഈ നിന്ന സ്ഥലത്തോട്ടുള്ള എൻട്രി റെഡി ആയിട്ടില്ലായിരുന്നു. അപ്പോൾ എന്തായാലും അത് മിസ്സാക്കണ്ടെന്ന് കരുതി അങ്ങോട്ടേക്ക് കയറി. അവിടെ നിന്നിട്ടുള്ള ബീച്ചിൻ്റെ വ്യൂ ആണ് കേട്ടോ ഞാൻ ഇത്ര നേരം കാണിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഞങ്ങൾ ഒരു ഫോട്ടോ എടുക്കാനായിട്ട് എല്ലാവരും കൂടെ വട്ടത്തിൽ കൈ പിടിക്കുന്ന പോലെ കാലൊക്കെ പിടിച്ച് ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ മേലിൽ നിന്ന് ഫോട്ടോ എടുത്തു. സൈഡിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അവരത് വൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് വിസിറ്റേഴ്സിന് അത് കറക്റ്റായിട്ട് കാണാനായിട്ട്. മഴയൊക്കെ ഏകദേശം തോർന്നപ്പോഴേക്ക് നേരെ കാണുന്ന ഈ ഒരു മണ്ഡപത്തിൽ അതിൽ വിവേകാനന്ദയുടെ സ്റ്റാച്ചു ഉണ്ട്. അതിൻ്റെ അകത്ത് നമ്മൾ മിണ്ടാനും പാടില്ല, ഫോട്ടോസ് എടുക്കാനും പാടില്ല. അങ്ങനെ അവിടെ പോയി അതൊക്കെ കണ്ടിട്ട് ഞങ്ങൾ തിരിച്ചിറങ്ങി. ഇതിലിപ്പോൾ പലരുടെയും കയ്യിൽ കാണുന്ന തൊപ്പിയും ബാഗും ഒക്കെ അമ്പലത്തിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് സ്ത്രീജനങ്ങളൊക്കെ ഷോപ്പിങ്ങിന് പോകുന്നു എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ഞാനും മരിയമോളും പോയില്ല. ഞങ്ങൾ രണ്ടുപേരും റൂമിൽ പോയി കിടന്ന് സുഖമായിട്ട് ഉറങ്ങി. അവർ കുറേ സാധനങ്ങളൊക്കെ മേടിച്ചിരുന്നു. അതാണ് ഇപ്പോൾ ഈ കാണുന്നതൊക്കെ. പിന്നെ ഞങ്ങൾ എല്ലാവരും കുറച്ച് നേരം ഒന്ന് ഇരുന്ന് റെസ്റ്റ് എടുത്തിട്ട് അങ്ങോട്ടേക്ക്, അതായത് തിരിച്ച് റൂമിലേക്ക് പോകാമെന്ന് കരുതി. അപ്പോഴാണ് ഞാൻ തിരിച്ചു വന്നിട്ട് ഇവനോട് എൻ്റെ വേഫെയർ എവിടെ നിന്ന് ചോദിക്കുന്നത്. അപ്പോഴത്തേക്ക് അത് പോയിരുന്നു. ഈ തിക്കിലും തിരക്കിലും അതെവിടെയോ പോയി, ആർക്കോ കിട്ടി. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സൽസ ശാപം. ആദ്യത്തെ എൻ്റെ അതേ സെയിം ബ്രാൻഡ് അതേ സെയിം ഷെയ്ഡ് കണ്ണട പോയത് ഇവിടെ കന്യാകുമാരിയിൽ വന്നപ്പോൾ സൈലൻസറിൽ കരിഞ്ഞു പോയതാണ്. രണ്ടാമത് അത് കളഞ്ഞു. ഞങ്ങളങ്ങ് ക്യൂ നിന്ന് കഴിഞ്ഞിട്ട് സാവിയോച്ചനും ലൂയിസും ഞാനും മരിയയും കൂടെ പോയിട്ടാണ് നമ്മുടെ ചപ്പലിൻ്റെ ആ ഒരു ബോക്സ് എടുത്തുകൊണ്ട് വന്നത്. അവർക്ക് ബോക്സ് തിരിച്ചു കൊണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞു. നമ്മൾ 10-17 പേരുണ്ടല്ലോ, ചെരുപ്പ് മൊത്തം ഇട്ട് വരുമ്പോൾ ഒരു നേരമാവും. നമുക്ക് പോകാനുള്ള ബോട്ടാണ് ഇത് തീ വരുന്നത്.
നമ്മുടെ ഈ കന്യാകുമാരി ട്രിപ്പിൻ്റെ ലാസ്റ്റ് ഔട്ടിംഗ് ആയിരുന്നു ഇത് കഴിഞ്ഞാൽ നമ്മൾ ഇനി പ്രത്യേകിച്ച് എങ്ങും പോകുന്നില്ല. റൂമിൽ പോയി എല്ലാം പാക്ക് ചെയ്ത് കുറച്ച് നേരം ഒന്ന് റെസ്റ്റൊക്കെ ചെയ്തിട്ട് പിന്നെ ഡിന്നർ കഴിച്ചിട്ട് പിന്നെയും കുറച്ച് നേരം റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു 2:30-3:45 എന്ന് തോന്നുന്നു ട്രെയിൻ അവിടെ നിന്ന് ഇങ്ങോട്ടുള്ളത്. അതും ചാർജസൊക്കെ വളരെ കുറവായിരുന്നു. ഞാൻ ഈ അന്നത്തെ ആ ഷോർട്സിൽ പറഞ്ഞ പോലെ 85 രൂപയായിരുന്നു ടിക്കറ്റ് റേഞ്ച് ഇങ്ങോട്ടേക്കും ആ ഒരു റേറ്റിന് തന്നെയാണ് നമുക്ക് ടിക്കറ്റ്സ് കിട്ടിയത് കേട്ടോ. അതുകൊണ്ട് നമുക്ക് കന്യാകുമാരിയിൽ പോകാനാണെങ്കിൽ എസ്പെഷ്യലി കൊല്ലം ട്രിവാൻഡ്രം ഒക്കെ ഉള്ള ആൾക്കാർക്ക് ട്രാവൽ എക്സ്പെൻസസ് വളരെ കുറവാണ്. പിന്നെ വണ്ടിയിൽ അങ്ങനെ വൈബടിച്ച് വരാനായിട്ട് നമ്മൾ അത്രയും ദൂരം ട്രാവൽ ചെയ്യുന്നുമില്ലല്ലോ. തിരിച്ചെത്തി പെട്ടി പാക്ക് ചെയ്യാൻ പറഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ നാടക സമിതിയിലെ അംഗങ്ങളെല്ലാവരും കൂടെ ഒരു മൂവി സീൻ റീക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പിള്ളേർക്ക് വാങ്ങിച്ച ബിസ്ക്കറ്റിൻ്റെ അകത്തുനിന്ന് ഒരു ബിസ്ക്കറ്റ് എടുത്ത് കുറച്ചുകൊണ്ടിരിക്കുമായിരുന്നു. എനിക്ക് ചായ കിട്ടിയില്ല. എനിക്ക് അതുകൊണ്ടൊരു മൂഡ് ഓഫ് പോലായിരുന്നു, ഒരു എനർജി ഇല്ലായിരുന്നു. കുക്കു സാറിനൊക്കെ സീനിൽ വലിയ റോളൊന്നും ഇല്ലെങ്കിലും അവനിങ്ങനെ വീണ് കിടന്ന് അഭിനയിക്കുക എന്നൊക്കെ പറയത്തില്ലേ, അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവൻ്റെ കണ്ണിൽ ഇപ്പോഴും ഇരിക്കുന്നത് ആ പൊട്ടിയ കണ്ണാടിയുടെ പകുതി കഷ്ണമാണ്. ഇവരിവിടെ ഇങ്ങനെ തകർത്ത് റിഹേഴ്സൽ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ബിസ്ക്കറ്റ് ചോച്ചുവിന് കൊടുക്കാനായിട്ട് പാറക്കുട്ടി 2-3 തവണ വിളിച്ചിരുന്നു കേട്ടോ. അപ്പോൾ ചോച്ചു അനങ്ങിയില്ല. അതിൻ്റെ സങ്കടത്തിൽ പാറക്കുട്ടി അവിടെ നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുക്കുവിൻ്റെ വീഴ്ച കണ്ടിട്ടാണ് ഞാൻ വീണ്ടും ചിരിച്ചത്. അപ്പോൾ പാറക്കുട്ടീനെ സമാധാനിപ്പിക്കാനായിട്ട് ഇന്നലെയും മെനഞ്ഞാന്നും ഒക്കെ ആയിട്ട് ഇവിടുന്ന് വാങ്ങിക്കൂട്ടിയ പമ്പരവും ബബിളും ഒക്കെ ആയിട്ട് നിലു അവിടെ പാറക്കുട്ടീൻ്റെ അടുത്ത് ഇരിപ്പുണ്ട് കേട്ടോ. സീൻ ഏതാണെന്ന് നിങ്ങൾക്ക് ഇതുവരെ വല്ല പിടിയും കിട്ടിയോ? ഞാൻ സീൻ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ സമാധാനിപ്പിക്കലിൻ്റെ സീനും കൂടെ ഒന്ന് കഴിയട്ടെ. അവൻ എന്തോ ചെയ്യണമെന്ന് അറിയാതെ അവനിങ്ങനെ കുറേ നേരം നോക്കിക്കൊണ്ടിരുന്നു. പിന്നെ പതുക്കെ ബിസ്ക്കറ്റൊക്കെ ഇങ്ങനെ നീക്കി അടുത്തോട്ട് വെച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ പാറക്കുട്ടീൻ്റെ. ഇനി ഈ വീഡിയോ വന്നു കഴിയുമ്പോൾ പാറുവിൻ്റെ ബാർബി ഗേൾസ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ ഇത് വൈറലായെന്നും പറഞ്ഞ് എനിക്കുള്ള ഇടി ഇനി പാസിൽ വരും. എന്നാ പിന്നെ കഴിഞ്ഞ 1 മണിക്കൂറായിട്ട് ഇവർ റിഹേഴ്സൽ എടുത്തോണ്ടിരിക്കുന്ന 1 മിനിറ്റിലെ സീൻ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ഞാൻ ഈ കോളനിയിലെ വനിതാ വിഭാഗത്തിന്റെ പ്രസിഡന്റാണ്. ഞാൻ നിന്റെ തള്ളയിലാന്ന് പറഞ്ഞതടി. എനിക്ക് മേലിൽ നോക്കാനില്ല. മിന്നണ സാരി എടുത്തോണ്ട് മൂക്ക് കണ്ണാടി വെച്ച് ചന്തി കുലിച്ച് നടന്നോണ്ടൊന്നും അന്തത് കിട്ടില്ലടി. ആ ഗുണം ജനിക്കുമ്പോഴേ കിട്ടണം. ഓ നിന്നൊക്കെ സഹിക്കണം നിങ്ങളുടെ കെട്ടിയോമാരെ മുക്കാലി കെട്ടിച്ചടിക്കണം. നിനക്ക് ഞാൻ വെച്ചടി അമ്പടി, നിനക്കെന്റെ സ്വഭാവം അറിയില്ല അല്ലേ? അഭിനയത്തിലെ പാളിച്ച കൊണ്ടും അഭിനയത്തിന്റെ മികവ് കൊണ്ടും ഒക്കെ ഞങ്ങൾ ചിരിച്ച് ഒരു വഴിയായി. പിന്നെ കുറച്ചു നേരം ഞങ്ങൾ അന്താക്ഷരിയൊക്കെ കളിച്ചു. അത് കഴിഞ്ഞിട്ട് ഓരോരുത്തരായിട്ട് ബാഗൊക്കെ ഒതുക്കി ചെയറിന് മീതെയൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി അങ്ങോട്ട് സ്റ്റേഷനിലേക്ക് ഇട്ടുകൊണ്ട് പോകുന്ന ഡ്രസ്സുകളാണ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കിടക്കുന്നത്. സാറ്റർഡേ സൺഡേയിലെ ലീവും കഴിഞ്ഞ് മൺഡേയിലെ പബ്ലിക് ഹോളിഡേയും കഴിഞ്ഞ് ട്യൂസ്ഡേ ലീവ് എടുക്കുന്നത് മോശമല്ലേ? പിള്ളേരെ ഒന്നും സ്കൂളിൽ വിടുന്നില്ല. പക്ഷെ ഞാനും ജെനിഫർ ചേച്ചിയും നാളെ സ്കൂളിൽ പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ വെളുപ്പിനത്തെ ട്രെയിൻ എടുക്കുന്നത്. 3:45 ഇവിടുന്ന് ട്രെയിൻ എടുത്തിട്ട് അവിടെ 7:30 ആകുമ്പോൾ എത്തും. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ സ്കൂളിൽ പോകും. ഉച്ചയ്ക്ക് എവിടെന്നെങ്കിലും എന്തെങ്കിലും മേടിച്ച് തന്നാലോ. മഴയൊന്നും ഒതുങ്ങിയപ്പോഴേക്ക് ഇവിടെ വീണ്ടും ദിവാലി വൈബ്സ് ആയി കേട്ടോ. ഹോട്ടൽ റൂമിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ റോഡിലുമൊക്കെ. കൊച്ചുപ്പ ഇൻസുലിൻ എടുത്തുകൊണ്ട് കൊച്ചുപ്പ പറഞ്ഞു നിങ്ങൾ വരുന്നില്ലെങ്കിൽ പതുക്കെ വന്നാൽ മതി, ഞാൻ പോയി 2 ദോശ കഴിക്കട്ടെ, നോൺ വെജ് ഒന്നും കഴിക്കാൻ കൊച്ചുപ്പയ്ക്ക് അങ്ങനെ തോന്നുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ പറഞ്ഞു വേണ്ട, നമുക്ക് ഒരുമിച്ച് അങ്ങ് പോയി കഴിക്കാം, തിരിച്ച് വന്നിട്ട് നമുക്ക് അന്താക്ഷരി കളിക്കാമല്ലോ, പാടുന്നത് എപ്പോൾ വേണേലും പാടാമല്ലോ. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് ഡേ ഇവിടെ എത്തിയിട്ട് നമ്മൾ ലഞ്ച് കഴിക്കുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ലായിരുന്നു വിശപ്പ് കൊണ്ട്. സംസം എന്നും പറഞ്ഞിട്ടൊരു റെസ്റ്റോറൻറ്റിൽ പോയിട്ടാണ് അന്നേരം കഴിച്ചത്. ഫുഡൊക്കെ അടിപൊളിയാണ്. പിന്നെ സെക്കൻഡ് ഡേ അമ്പലത്തിലും വിവേകാനന്ദ റോക്കിലും ഒക്കെ പോകാനുള്ളതുകൊണ്ട് നമ്മൾ അത്രയും നേരം നോൺ വെജ് ഒഴിവാക്കിയിട്ട് ഉച്ചയ്ക്ക് താലിയൊക്കെ തന്നെയായിരുന്നു ഓർഡർ ചെയ്ത് കഴിച്ചുകൊണ്ടിരുന്നത്. നോൺ വെജ് ഒന്നും എടുത്തിട്ടില്ലായിരുന്നു. അതിൻ്റെ ആക്രാന്തം എല്ലാവർക്കും ഉണ്ടായിരുന്നു. അവിടെ ചെന്ന് ഷവായിയും അൽഫാമും കുബൂസും ന്യൂഡിൽസും അങ്ങനെ എന്തൊക്കെയോ ഡിഷസ്, ബീഫ് റോസ്റ്റ്, ചിക്കൻ കറി, പൊറോട്ട, എന്തൊക്കെയൊക്കെയോ കണ്ടതെല്ലാം പറഞ്ഞു. പക്ഷെ ആരും അധികം ഒന്നും ഓർഡർ ചെയ്തില്ല കേട്ടോ. കറക്റ്റായിരുന്നു, ഒന്നും ബാക്കി വന്നതുമില്ല. എന്നാൽ എല്ലാവരും നല്ലപോലെ ഭക്ഷണം കഴിക്കുകയും ചെയ്തു. നല്ല എൻജോയ് ചെയ്ത് ഡിന്നർ കഴിച്ചു. കൊച്ചുപ്പ വന്നില്ല. കൊച്ചുപ്പ തൊട്ടടുത്തുള്ളൊരു റെസ്റ്റോറൻറ്റിൽ നിന്ന് ദോശ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ എല്ലാം ഇങ്ങനെ നമ്മുടെ ആ റൂമിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ ആ ഒരു ഏരിയയിൽ നിറയെ ഹോട്ടൽസൊക്കെയാണ്. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇത് കണക്ക് ഫുഡ് സ്പോട്ട്സ് ആണ്. ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മളവിടെ നിന്ന് ജ്യൂസ് ഒന്നും കുടിക്കാൻ നിന്നില്ല. മഴയല്ലേ, തണുപ്പല്ലേ, അതുകൊണ്ട് ജ്യൂസ് ഒന്നും കുടിച്ചില്ല. തിരിച്ച് നമ്മുടെ ഹോട്ടലിൻ്റെ ഫ്രണ്ടിലുള്ള ഈ ഒരു കഫേയിൽ നിന്ന് വന്നിട്ട് കോഫിയൊക്കെ കുടിക്കുന്നുണ്ടായിരുന്നു. ഈ ചേട്ടൻ്റെ വൈഫ് ഫ്രം കൊട്ടിയമാണ് കേട്ടോ. പുള്ളി ഇപ്പോഴാണ് ഹോർലിക്സ് ബേബിയെ കാണുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ പാലുകുപ്പിയും കൊണ്ടുവന്ന് അത് ചൂടുവെള്ളത്തിൽ കഴുകിച്ചിട്ട് ഇവിടുന്ന് ഹോർലിക്സും ബൂസ്റ്റും ഒക്കെ വാങ്ങിച്ചുകൊണ്ട് പോകുമായിരുന്നു. നിലൂന് ഇവിടുത്തെ ഫുഡൊന്നും തീരെ പിടിക്കുന്നില്ലായിരുന്നു. അവൻ ഈ അരി കഴിക്കത്തില്ല. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ലില്ലിയം ചീയുടെ ചോറും കറി. ഇവിടെ വന്നിട്ട് അവൻ എന്നോട് പറയുക ലില്ലിയം ചീ എടുത്ത് പോയി ചോറും കറി എടുത്തുകൊണ്ട് വരാൻ, ചോറും പൊരിച്ച മീനും എടുത്തുകൊണ്ട് വരാൻ. അപ്പോൾ അവൻ അതുകൊണ്ട് അങ്ങനെ സോളിഡ് ഒന്നും നല്ലപോലെ കഴിച്ചതേ ഇല്ല, എസ്പെഷ്യലി ലഞ്ച് ഐറ്റംസ്. ദോശയൊക്കെ പിന്നെയും കഴിച്ചു.
പിന്നെ ഞങ്ങൾ ഒരു 2-2.5 മണിക്കൂറോ മറ്റോ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. 3:45 ട്രെയിൻ എടുക്കാൻ നമുക്കൊരു 3 മണിക്ക് അവിടെ നിന്ന് ഇറങ്ങണമെന്നുണ്ടായിരുന്നു. എല്ലാം പാക്ക് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ട് അങ്ങനെ തന്നെ കുറച്ച് നേരം കിടന്ന് ഉറങ്ങി. പക്ഷേ ഈ പറയുന്ന പോലെ അവിടെ ഈ ദിവാലിയുടെ ബഹളം ആയതുകൊണ്ട് ഉറക്കം അങ്ങോട്ടങ്ങ് ശരിയായില്ല. മയങ്ങി എന്ന് പോലും പറയാൻ പറ്റത്തില്ല. 2 സൈഡിൽ നിന്നുമായിട്ട് ഇങ്ങനെ ക്രാക്കേഴ്സിൻ്റെ ബഹളമൊക്കെ ഉണ്ടായിരുന്നു. ഞാനൊരു 2 മണിയായപ്പോഴത്തേക്ക് അലാം വെച്ചു എന്ന് തോന്നുന്നു. 2 മണിക്കോ 2:15 ഞാൻ അലാം വെച്ചു. എൻ്റെ അലാം അടിക്കുന്നതിൻ്റെ തൊട്ട് പുറകെയായിട്ട് 5 മിനിറ്റ് ഗ്യാപ്പിൽ എല്ലാവരുടെയും അലാം അടിക്കുന്നുണ്ടായിരുന്നു. എപ്പോൾ നമ്മൾ ട്രിപ്പ് പോയാലും അതിൻ്റെ ഒരു ലാസ്റ്റ് അത് ഇങ്ങനെ ഇരുന്നൊരു സങ്കടം പറച്ചിലുണ്ട് കേട്ടോ. ഇത് തീർന്നു പോയല്ലോ എന്ന് ആലോചിക്കുമ്പോൾ എല്ലാവർക്കും സങ്കടമാണ്. ചോദിച്ചു ഇതിൻ്റെ ഇടയിൽ പറയുന്നുണ്ടായിരുന്നു ഇനി നാളെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവരും കൂടി ഒരുമിച്ചാണെന്നുള്ളതാണ് ഇനിയൊരു ആശ്വാസം എന്നൊക്കെ. അങ്ങനെ ഞങ്ങൾ എടുത്ത് വെച്ചിരുന്ന സാധനങ്ങളൊക്കെ പിറക്കി കറക്റ്റ് 3 മണിയായപ്പോഴത്തേക്ക് ഹോട്ടൽ റൂമിൽ നിന്ന് ഇറങ്ങി. ഇവിടെ നിന്ന് അങ്ങോട്ട് നടന്നു പോയാൽ മതി നമ്മുടെ സ്റ്റേഷനിലേക്ക് എത്താനായിട്ട്. 3:45 കറക്റ്റായിട്ട് ട്രെയിൻ എടുക്കും. ട്രെയിൻ ഓൾറെഡി ഇപ്പോൾ അവിടെ ഉണ്ടാവും. ഒരു 3 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് അവിടെ കാണുമെന്നാണ് ലൂസ് പറഞ്ഞത്. ഇങ്ങോട്ട് വന്നതിനേക്കാളും ലഗേജ് കുറച്ചധികം ഉണ്ട്. കാരണം ഷോപ്പ് ചെയ്ത സാധനങ്ങളൊക്കെ അതായത് ബാഗിലാക്കി ഓരോരുത്തർ പിടിച്ചിട്ടുണ്ട്. അധികമായിട്ട് മേടിച്ച സാധനങ്ങളൊക്കെ തന്നെ ചുമന്നോണമെന്ന് പറഞ്ഞിട്ടാണോ എന്ന് അറിയത്തില്ല. ചിന്നു ചേച്ചി പെട്ടിയൊക്കെ തലയിൽ വെച്ചിട്ടായിരുന്നു അങ്ങോട്ടേക്ക് നടന്നത്. അത് പറഞ്ഞപ്പോഴാണ് കഴിഞ്ഞൊരു ദിവസം ഒരു കമൻറ്റ് ഉണ്ടായിരുന്നേ, ഈ ഇടയ്ക്ക് എന്തിനാ വെറുതെ ചിരിക്കുന്നത്, ഒരാവശ്യമില്ലാതെ എന്തിനാ ചിരിക്കുന്നതെന്ന്. ഞാനപ്പോൾ വിചാരിച്ചു ഈ പറയുന്നവരൊക്കെ വേറെ ആരുടെങ്കിലും സംസാരിക്കുമ്പോൾ ഇങ്ങനെ അറ്റൻഷൻ അടിച്ചിട്ട് നിന്നിട്ടായിരിക്കും സംസാരിക്കുന്നത്. അക്കൗണ്ട് ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് ജോയിൻ 2 hours എഗോ, അതായത് 2 മണിക്കൂർ മുമ്പ് ജോയിൻ ചെയ്തത് കഷ്ടപ്പെട്ട് എൻ്റെ ഒരു 2-3 വീഡിയോസിൻ്റെ താഴെ വന്നിട്ട് ഇടയ്ക്ക് എന്തിനാ ഈ ചിരിക്കുന്നത്, ഇടയ്ക്ക് അനാവശ്യമായിട്ട് എന്തിനാ ചിരിക്കുന്നത്, അരി കുക്കറിലിടുന്ന് പറയുമ്പോൾ എന്തിനാ ചിരിക്കുന്നത്, ഇത് തന്നെ കമൻറ്റ്. പിന്നെ ഈ ഒരു ഒറ്റ കാര്യത്തിനായിട്ടാണ് ജോയിൻ ചെയ്തതെന്നും കൂടെ അറിഞ്ഞപ്പോൾ എനിക്ക് സന്തോഷമായി. അതുകൊണ്ട് തന്നെ ഞാൻ ബ്ലോക്ക് ചെയ്ത് വിട്ടിട്ട് ചിരിക്കാതെ സംസാരിക്കാൻ എനിക്കും പറ്റത്തില്ല, എൻ്റെ ചിരി കേൾക്കാൻ ആ ചേച്ചിക്കും പറ്റത്തില്ല. അപ്പോൾ പിന്നെ ഇതല്ലേ ഉള്ളൂ വഴി. അങ്ങനെ നമ്മൾ വരിയായിട്ട് ട്രെയിനിലേക്ക് കയറി. ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് തിരക്ക് കുറവായിരിക്കും. ട്രിവാൻഡ്രം വരെ തിരക്ക് കുറവായിരിക്കും. കാരണം ഈ ഒരു സമയത്ത് ട്രിവാൻഡ്രത്ത് നിന്ന് അങ്ങോട്ട് കൊല്ലത്തേക്ക് മറ്റുമായിട്ട് ജോലിക്ക് പോകുന്ന ആൾക്കാരൊക്കെ കയറും. അപ്പോഴത്തേക്ക് നമ്മൾ അവരവരുടെ സീറ്റിൽ പോയി ഇരിക്കേണ്ടി വരും. ഈ ഒരു സെക്ഷനിൽ നമ്മളെല്ലാവരും ഇരിപ്പുണ്ടെങ്കിൽ നമുക്ക് സീറ്റ്സ് അത്ര അടുത്തടുത്തല്ല കിട്ടിയേക്കുന്നത്. അപ്പോൾ ട്രിവാൻഡ്രം സ്റ്റേഷൻ എത്തുന്നത് വരെ അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടിയും പറഞ്ഞൊക്കെ ഇരുന്നിട്ട് നമുക്ക് അത് കഴിഞ്ഞിട്ട് പോയി അവനവൻ്റെ സീറ്റ് കണ്ടുപിടിച്ചിരിക്കാം. കയറിയപ്പോൾ തന്നെ കുക്കു സാർ ഉറക്കമായി. അവന് പനിയും തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ മഴ നനഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, അത് കഴിഞ്ഞിട്ട് അവന് പനി വന്നു എന്ന്. ഈ ഒരു സമയത്താണ് ഞാൻ അവന് ടെമ്പറേച്ചർ ഉണ്ട് എന്ന് റിയലൈസ് ചെയ്യുന്നത്. ഇങ്ങോട്ട് വന്നപ്പോൾ നിലുവിന് ചെറിയ പനിയുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും മരുന്ന് എൻ്റെ കയ്യിലുണ്ടായിരുന്നുകൊണ്ട് മരുന്ന് കൊടുത്ത് 2 പേരെ ഉറക്കി. പിന്നെ ഏകദേശം ഒരു ട്രിവാൻഡ്രം ഒക്കെ എത്താറായപ്പോഴാണ് ഞാനും എണീറ്റത്. ഉറങ്ങിയെന്ന് പറയാൻ പറ്റില്ല, കണ്ണും പൂട്ടി കിടന്നു. പുറത്തോട്ട് നോക്കിയാൽ ഒരു തേങ്ങയും കാണാൻ പറ്റത്തില്ല. അപ്പോൾ പിന്നെ കണ്ണ് തുറന്നിരിക്കണ്ടല്ലോ. 2 പേരും ഞങ്ങൾ 2 പേരുടെയും മടിയിലായിട്ട് നല്ല ഉറക്കമാണ്. ഈ ട്രെയിനിലെ സീറ്റ്സ് അങ്ങനെ മറ്റേ സ്ലീപ്പർ പോലെ അല്ലായിരുന്നു കേട്ടോ, ചെയേഴ്സ് പോലത്തെ സീറ്റായിരുന്നു. ഇപ്പോൾ ലാസ്റ്റ് കണ്ട കായൽ നമ്മൾ സിസിജിയിൽ നിൽക്കുമ്പോൾ ട്രെയിൻ പോകുന്ന ഷോട്ട്സ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടല്ലോ. അതേ പാളത്തിലൂടെയാണ് നമ്മളിപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പോൾ ഞങ്ങൾ ഇറങ്ങാനായിട്ട് റെഡിയായിട്ട് നിൽപ്പുണ്ടായിരുന്നു. നടിയും നടിയുടെ ഡോളും ഒക്കെ ഉറക്കത്ത് നിന്ന് എണീറ്റ് വരുന്നുണ്ട്. സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നേരെ ഓപ്പോസിറ്റായിട്ട് തന്നെ ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് ഫുഡ് കഴിക്കാനായിട്ട്. നമ്മൾ അങ്ങോട്ട് പോയപ്പോഴത്തേക്ക് ഫുഡ് മേടിച്ചപ്പോൾ 10 പൂരി 10 അപ്പം 10 ഇഡ്ഡലിയാണ് പറഞ്ഞിരുന്നത്. അതിൽ 10 അപ്പം അതിൻ്റെ അകത്തില്ലായിരുന്നു. അവർ നമ്മുടെ നിന്ന് കാശും മേടിച്ച് പറ്റിച്ചു. എന്തായാലും അവിടെ ഇപ്പോൾ പോകുന്നില്ല. അവിടെ പോയി ചോദിക്കണം എന്നൊക്കെ വിചാരിച്ചെങ്കിലും വിശപ്പിൻ്റെ വിളി കാരണം എല്ലാവരും അത് മറന്നുപോയി. ഇറങ്ങിയിട്ട് നേരെ ഹോട്ടൽ റെയിൽ വ്യൂവിൽ പോയി ഭക്ഷണവും കഴിച്ചു. അത് കഴിഞ്ഞ് വീട്ടിലും പോയി. തിരിച്ചെത്തിയപ്പോഴാണ് ആലോചിക്കുന്നത്, അയ്യോ ആ കടയിൽ പോയി നമ്മൾ ചോദിച്ചില്ലല്ലോ എന്നുള്ളത്. പിള്ളേരും ഒക്കെ കൂടെ ഉണ്ടായിരുന്നതല്ലേ, അപ്പോൾ നമ്മൾ അത് കരുതി മേടിച്ചതല്ലേ. പിന്നെ എവിടെയോ എത്തിയപ്പോൾ എനിക്ക് തോന്നുന്നു ട്രിവാൻഡ്രം എത്തിയപ്പോഴാന്ന് തോന്നുന്നു അനീച്ചാച്ചനും കണ്ണമോനും ഒക്കെ കൂടെ ഓടി ഇറങ്ങിയിട്ട് കുറച്ച് സമൂസയും എന്താണ്ടൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടാണ് അങ്ങോട്ട് പോയപ്പോഴത്തേക്ക് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്തത്. രാത്രിയിൽ ഇടയ്ക്ക് ഉണരുമ്പോൾ ഈ അമൃതം കുടിക്കുന്നത് കൊണ്ട് സ്റ്റേഷനിലേക്ക് എത്തുന്നതിന് തൊട്ട് മുന്നേ 2-3 വട്ടം അവൻ ഉണർന്നപ്പോൾ തൊട്ട് ചോദിച്ചുകൊണ്ടിരിക്കുവാണ് അമൃതം. ആലൻ്റെ ബാഗിൻ്റെ സൈഡിലാണ് ബോട്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നത്. ബോട്ടിൽ വെള്ളം പിടിച്ച് കൊടുത്തിരുന്നെങ്കിൽ അവൻ കുടിച്ചേനെ. പക്ഷേ ബോട്ടിലും മിസ്സായി. അതും ട്രെയിനിൽ എനിക്ക് തോന്നുന്നു സാധനം എടുത്തപ്പോൾ നമ്മൾ ഈ വെള്ളം വെക്കുന്ന ഒരു ചെറിയൊരു നെറ്റ് പോലത്തെ ഒരു റാക്ക് ഉണ്ടല്ലോ ബാഗിൽ, അവിടെയാണ് ഞാൻ കുപ്പി വെച്ചിരുന്നത്. അതങ്ങനെ ഇങ്ങ് പോയി. അപ്പോൾ പാല് പറഞ്ഞിട്ട് ഞാൻ അവന് കുറച്ച് ഗ്ലാസ്സിൽ പിടിച്ചു കൊടുത്തു. കുക്കു സാറിനും പാല് മേടിച്ചു കൊടുത്തു. പിന്നെ ഇങ്ങനെ മസാല ദോശയും പൂരി മസാലയും ഒക്കെ ഒഴുകി വന്നു. ഞാനും ആലനും സാവിയോച്ചനും ഇടിയപ്പമാണ് പറഞ്ഞത്.
പക്ഷേ ഇടിയപ്പത്തിൻ്റെ കൂടെ വന്ന് വെജ് കുറുമയാണോ കിഴങ്ങ് കറിയാണോ എന്താണെങ്കിലും അതിനൊരു രുചിയില്ലായിരുന്നു കേട്ടോ. അത് വെള്ളം പോലിരുന്നു. പിന്നെ ഞങ്ങൾ പൂരി മസാലയുടെ മസാല എക്സ്ട്രാ മേടിച്ചിട്ടാണ് അതൊന്ന് തിക്കാക്കി കഴിച്ചത്. ചായയ്ക്ക് വേണ്ടിയിട്ടാണ് കൈ പൊക്കിയത്. ചായ കോഫിയൊക്കെ ഇങ്ങനെ നമ്മൾ തലയെണ്ണി പറഞ്ഞിട്ടുണ്ട്. അനീജാസൻ റോബിനോളിൻ്റെ കാറിലാണ് വന്നേക്കുന്നത്. കാർ പാർക്കിംഗ് ലോട്ടിലുണ്ട്. അപ്പം അവരെല്ലാവരും കൂടെ ഒരു കാറിലങ്ങ് പോകും. സാവിയോച്ചനും മരിയമോളും അങ്ങനെ അങ്ങ് പോവുകയാണ്. പിന്നെ ഞങ്ങൾ ഒരു 2 ഓട്ടോ എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. എല്ലാവരും കൂടെ ഒരു ഓട്ടോയിൽ കൊള്ളത്തില്ലല്ലോ. അങ്ങനെ അവർക്ക് ടാറ്റ ബബൈയൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മളിതേ 2 ഓട്ടോ എടുത്ത് കുരിശുമൂട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓട്ടോയിലിരുന്നപ്പോൾ തന്നെ ഞാൻ അമ്മേനെ വിളിച്ചിരുന്നു. അമ്മ ഒരു 9 മണിയാകുമ്പോഴത്തേക്ക് വരണം, ഞാൻ വന്നൊന്ന് ഫ്രഷ് ആയിട്ട് അങ്ങനെ സ്കൂളിലേക്ക് ഇറങ്ങുമെന്ന് പറയാനായിട്ട്. അമ്മ അപ്പോൾ 9 മണിയാകുമ്പോഴത്തേക്കും എത്തും. ദേ മിനിയാൻ്റെയും കൊച്ചുവപ്പയൊക്കെ അവിടെ ഇറങ്ങി. ഞാൻ ഇറങ്ങി വന്നിട്ട് അവർക്ക് ടാറ്റ പറയാനാണ് വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അവരുടെ ഓട്ടോ തൊട്ട് പുറകെയാണ് വന്നുകൊണ്ടിരുന്നത്. ഈ ട്രിപ്പ് തീർന്നതിൻ്റെ ക്ഷീണവും സങ്കടവും ഒക്കെ മാറ്റാനായിട്ട് എല്ലാവരും ഒരാഴ്ച എടുത്തു. എനിക്ക് ഇതുവരെ ഈ ട്രിപ്പ് തീർന്നതിൻ്റെ സങ്കടം മാറിയിട്ടില്ല. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.